പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ നമ്മുടെ നാട്ടുകാർ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ പൂക്കൃഷി വിളവെടുപ്പ് ആ ഒരു പരമ്പര കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. നമ്മുടെ മണ്ഡലത്തിൽ 60 ഏക്കറിലാണ് പൂക്കൃഷി. നാളെ അത്തമാണ്. അത്തം 10-ന് ഓണമാണ്. ആ ഓണത്തിന് 10 ദിവസവും നമ്മുടെ വീട്ടുമുറ്റത്ത് പൂക്കളമിടാനുള്ള പൂക്കൾക്ക് വേണ്ടി നമ്മൾ തോവാളയിലേക്ക് പോകണ്ട. അപ്പോൾ നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ കൊണ്ട് ഇതാണ് 4 വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയത്. ഇത് നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ എന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതം നമ്മുടെ പച്ചക്കറി, ഇതാണ് നമ്മുടെ ലക്ഷ്യം. 60 ഏക്കറിൽ പൂക്കൃഷി ചെയ്യാമെങ്കിൽ 60 ഏക്കറിൽ എന്തുകൊണ്ട് പച്ചക്കറി കൃഷി ചെയ്തുകൂടാ? ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം പൂക്കൃഷി മാത്രം ചെയ്തെടുത്ത് ഇത്തവണ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും. ഇവിടെ ജോർഡൻ വേലിയിൽ ഇവിടെ നിങ്ങളെല്ലാം കണ്ടല്ലോ, നല്ല തുടുതുടുത്ത കാണാൻ കൊതി തോന്നിക്കുന്ന ടൊമാറ്റോ ഉൾപ്പെടെ ഞാലിപ്പൂവിനുൾപ്പെടെ ഇവിടെ കൃഷി ചെയ്യും. അപ്പോൾ പൂക്കൾ ഉണ്ടാകുന്നു, പച്ചക്കറി ഉണ്ടാകുന്നു. അതിനപ്പുറം കാട്ടാക്കട മണ്ഡലത്തിനൊരു പ്രത്യേകത, കാർബൺ ഓഡിറ്റ് റിപ്പോർട്ട് 2 തവണ നടത്തിയ മണ്ഡലമാണ്. കാർബൺ ഓഡിറ്റ് റിപ്പോർട്ട് കാർബൺ ഓഡിറ്റ് എന്നൊക്കെ പറയുമ്പോൾ കാർബൺ ന്യൂട്രൽ കാട്ടാക്കട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വലിയ സംശയമായി. ഇപ്പോൾ ആ സംശയമൊക്കെ മാറി. ഞങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു, പ്രാണവായു കുറയുകയും വിഷവായു കൂടുകയും ചെയ്യുന്ന ഒരു കാലത്ത് കൃഷിയിലൂടെ നമുക്ക് പ്രാണവായു ആവശ്യത്തിലധികം ഉണ്ടാക്കാനാവും എന്ന് തെളിയിക്കുക കൂടി ആണ് നമ്മൾ ഈ പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത്. ഇത് നമുക്ക് തുടർന്നു കൊണ്ടുപോകണം. ജനങ്ങളും ജനപ്രതിനിധികളും വരികയും പോവുകയും ചെയ്യും. പക്ഷേ നമ്മുടെ മണ്ണ്, നമ്മുടെ പ്രകൃതി, നമ്മുടെ ജലസമ്പത്ത് അത് നിലനിർത്താൻ, സംരക്ഷിക്കാൻ, വർദ്ധിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന ആശയമാണ് കാട്ടാക്കട മണ്ഡലം കാർബൺ ന്യൂട്രൽ കാട്ടാക്കടയിലൂടെ, ജലസമൃദ്ധിയിൽ നിന്ന് ജൈവ സമൃദ്ധിയിലൂടെ എന്ന പദ്ധതികളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്.